പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ഞാൻ ടി കെ രജിത്ത്. സുപ്രധാന വകുപ്പുകളിൽ മാറ്റമില്ലാതെ മൂന്നാം മോദി സർക്കാർ. രാജ്നാഥ് സിംഗ് പ്രതിരോധവും, അമിത്ഷാ ആഭ്യന്തരവും, എസ് ജയശങ്കർ വിദേശകാര്യവും, നിർമ്മല സീതാരാമൻ ധനകാര്യവും നിലനിർത്തി. സംഘടനാ ചുമതലയിൽ നിന്ന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ JP നഡ്ഡയ്ക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ചുമതല നൽകി. NDA ഘടകകക്ഷിയായ TDPക്ക് വ്യോമയാനവും JDUവിന് 2 വകുപ്പുകളും കിട്ടി. JDS നേതാവ് HD കുമാരസ്വാമിയാണ് ഉരുക്ക് ഘനവ്യവസായ മന്ത്രി. ഘടകകക്ഷികളുടെ സമ്മർദ്ദം അതിജീവിച്ചാണ് BJP സുപ്രധാന വകുപ്പുകളെല്ലാം കൈവശം വെച്ചത്. രാജ്നാഥ് സിംഗ് പ്രതിരോധവും, അമിത്ഷാ ആഭ്യന്തരവും, നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതവും, നിർമ്മല സീതാരാമൻ ധനകാര്യവും നിലനിർത്തി. എസ് ജയശങ്കർ തന്നെയാണ് വിദേശകാര്യമന്ത്രി. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് വാർത്താവിതരണ ചുമതല കൂടി നൽകി. പീയൂഷ് ഗോയൽ, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി, അർജുൻ റാം മേഘ്വാൾ എന്നിവരും നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെ തുടരും. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയ്ക്ക് ആരോഗ്യവകുപ്പ് തിരികെ ലഭിച്ചു. മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ മന്ത്രിയായി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് കൃഷി, നഗരവികസനം എന്നിവയും, ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന് ഊർജ്ജം, നഗരവികസന വകുപ്പുകളും ലഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയായി ധർമ്മേന്ദ്ര പ്രധാൻ തുടരും. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ടെലികോം, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം എന്നീ ചുമതലകളാണ്. വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതല TDPയുടെ റാംമോഹൻ നായിഡുവിന്. JDSന്റെ HD കുമാരസ്വാമി ഉരുക്ക് ഘനവ്യവസായ മന്ത്രിയായി. ജിതിൻ റാം മാഞ്ചിക്ക് ചെറുകിട വ്യവസായം, ചിരാഗ് പാസ്വാന് ഭക്ഷ്യസംസ്കരണം, പ്രതാപ് റാവു ജാദവിന് ആയുഷ് മന്ത്രാലയം, JDUവിന്റെ രാജീവ് രഞ്ജൻ സിംഗിന് പഞ്ചായത്തി രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന മന്ത്രാലയങ്ങളും ലഭിച്ചു. 24 ഡൽഹി. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർക്ക് സുപ്രധാന വകുപ്പുകളിൽ ചുമതല. സുരേഷ് ഗോപിക്ക് പെട്രോളിയവും ടൂറിസവും ലഭിച്ചു. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ് മന്ത്രാലയങ്ങളിലാണ് ജോർജ് കുര്യന് ചുമതല. കേരളത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ടൂറിസം, ഫിഷറീസ്, ന്യൂനപക്ഷക്ഷേമം തുടങ്ങിയ വകുപ്പുകളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത്. സുരേഷ് ഗോപിക്ക് ടൂറിസത്തിന് പുറമെ പെട്രോളിയം മന്ത്രാലയത്തിന്റെയും ചുമതല ലഭിച്ചു. ന്യൂനപക്ഷക്ഷേമവും ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പുമാണ് ജോർജ് കുര്യന്. ന്യൂനപക്ഷക്ഷേമ കമ്മീഷന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിച്ചതിനാൽ വകുപ്പ് തനിക്ക് പരിചയമുള്ളതാണെന്ന് ജോർജ് കുര്യൻ പ്രതികരിച്ചു. ന്യൂനപക്ഷക്ഷേമം എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രാലയമാണ്. മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അതിൻ്റെ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമങ്ങളൊക്കെ തന്നെ, സ്കീമുകൾ എല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമാണ്. തീരമേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കാണും, ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സുപ്രധാന വകുപ്പുകളാണ് കേരളത്തിനുള്ളവർക്ക് ലഭിച്ചതെന്ന് മുൻ സഹമന്ത്രി V മുരളീധരൻ. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സുപ്രധാനമായിട്ടുള്ള വകുപ്പുകളാണ്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കേരളത്തിലെ 2 മന്ത്രിമാർക്ക് കിട്ടിയിട്ടുള്ളത്. ചുമതലയേറ്റ ശേഷം പ്രതികരിക്കാമെന്നാണ് സുരേഷ് ഗോപിയുടെ തീരുമാനം. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോഴിക്കോട് കക്കയത്ത് കനത്ത മഴ. തലയാട് 26-ാം മൈലിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. സമീപത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ് എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. മിഥില ബാലൻ അതിന്റെ വിശദാംശങ്ങൾ നൽകും. മിഥില, എന്താണ് സാഹചര്യം? മിഥില, ശ്രീജിത്ത്, കനത്ത മഴയാണ് ഈ കക്കയം മേഖലകളിലുള്ളത്. തലയാട് 26-ാം മൈലിലാണ് ഇപ്പോൾ കക്കയം റോഡിൽ മണ്ണിടിഞ്ഞിട്ടുള്ളത്. രാത്രി ഒരു 8 മണി മുതൽ തന്നെ ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഈ മഴയെ തുടർന്നാണ് മണ്ണിടിഞ്ഞത്. പൂർണ്ണമായും റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ് നിലവിലുള്ളത്. മണ്ണിടിഞ്ഞ് ഏറ്റവും ഭീഷണിയുള്ളത് എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞതിന്റെ താഴ്പ്രദേശങ്ങളിൽ നിരവധി വീടുകളുണ്ട്. ഈ വീടുകളെല്ലാം തന്നെ ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്നുണ്ട്. ഇനി മഴ കനക്കുകയാണെങ്കിൽ ഇവരെ ഇവിടുന്ന് മാറ്റുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് അധികൃതർക്ക് നീങ്ങേണ്ടി വരും. എന്തുതന്നെയായാലും കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇടവിട്ടാണ് ഈ മഴയുള്ളത്. മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജ്യസഭാ സീറ്റിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPIM. LDFന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റ് CPIക്കും കേരള കോൺഗ്രസ് എമ്മിനുമായി വീതം വെച്ചു. CPI PP സുനീറിനെയും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയെയും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സീറ്റ് കിട്ടാത്തതിൽ RJD LDF നേതൃയോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു. 2 സീറ്റുകളിൽ ഒരെണ്ണം ഏറ്റെടുക്കാനായിരുന്നു CPIMന്റെ തീരുമാനം. ബാക്കിയുള്ള ഒരു സീറ്റിനു വേണ്ടി CPIയും കേരള കോൺഗ്രസ് എമ്മും RJDയും അവകാശമുന്നയിച്ചു. തർക്കം മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുമെന്നായതോടെ സ്വന്തം സീറ്റ് വിട്ടുകൊടുത്ത് CPIMന്റെ ഒത്തുതീർപ്പ്. മുന്നണി ഒറ്റക്കെട്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ ഒരു സീറ്റ് CPIക്ക്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു.
CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. മുന്നണിക്ക് വേണ്ടി CPIM വലിയ വിട്ടുവീഴ്ച ചെയ്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. LDFനും മുഖ്യമന്ത്രിക്കും നന്ദി അറിയിച്ച് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷേധ്യനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നൽകിയിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും. സീറ്റ് ആവശ്യം പരിഗണിക്കാത്തതിൽ LDF യോഗത്തിൽ RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പ്രതിഷേധമറിയിച്ചു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥ ഏർപ്പെടുത്തുമെന്ന ഉറപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അനുനയിപ്പിച്ചത്. 24 തിരുവനന്തപുരം. PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ CPIയിൽ ഭിന്നത. മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരൻ നിർദ്ദേശിച്ചത് പ്രകാശ് ബാബുവിന്റെ പേരാണ്. E ചന്ദ്രശേഖരൻ, GR അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു. ബിനോയ് വിശ്വമാണ് PP സുനീറിന്റെ പേര് നിർദ്ദേശിച്ചത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, CPIയിലെ ഭിന്നത എങ്ങനെ? ഷഫീദ്, രജിത, CPI സംബന്ധിച്ചിടത്തോളം നിലവിൽ തുടർന്നു വന്ന വിഭാഗീയതയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കാരണം രാജ്യസഭാ സീറ്റിനെ ചൊല്ലി CPIയിൽ വലിയ തരത്തിലുള്ള ഭിന്നാഭിപ്രായം ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും ആദ്യം CPI ആദ്യം പരിഗണിച്ചത് 2 പേരുകളായിരുന്നു. അതിലൊന്ന് ആനി രാജയും രണ്ടത് പ്രകാശ് ബാബു എന്നുള്ളതുമായിരുന്നു. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് PP സുനീറിന്റെ പേര് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നത്. പ്രകാശ് ബാബുവിന്റെ പേരാണ് നേതാക്കൾ നിർദ്ദേശിച്ചതും PP സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ ആ പേര് പിന്താങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രകാശ് ബാബു ആണ് അനുയോജ്യനായ സ്ഥാനാർത്ഥിയെന്ന് മന്ത്രി GR അനിലും യോഗത്തിൽ അറിയിച്ചു. N രാജനും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു. എന്നാൽ ചർച്ചയിലാകെ പ്രകാശ് ബാബു മൗനം പാലിക്കുകയായിരുന്നു. PP സുനീറിനെ പരിഗണിച്ചത് ന്യൂനപക്ഷം എന്ന നിലയിലാണെന്ന് ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞു. അതായത് പാർട്ടിയിലെ ന്യൂനപക്ഷ നേതാവെന്ന പരിഗണന സുനീറിന് നൽകണമെന്നുള്ളതായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിലെ അഭിപ്രായം. ഒടുവിലാണ് PP സുനീറിന്റെ പേരിലേക്ക് ഇന്നത്തെ യോഗം തീരുമാനമെടുത്തു. പക്ഷെ അപ്പോഴും വലിയ തരത്തിലുള്ള ഭിന്നതയും എതിരഭിപ്രായവും ഇക്കാര്യത്തിൽ CPIയിൽ ഉണ്ടായിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കേരളത്തിൽ നിന്ന് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിൽ സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാകും. ഡൽഹി KMCC പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ഹാരിസ് ബീരാൻ ലീഗ് നേതാവും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന VK ബീരാന്റെ മകനാണ്. തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗമാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്. പിന്നാലെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ് VK ഹാരിസ് ബീരാൻ. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബീരാൻ KMCC ഡൽഹി ഘടകം അധ്യക്ഷനാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നിയമപോരാട്ടങ്ങളിൽ ലീഗിനായി ഹാജരാകുന്നതും CAA കേസ് നടത്തിപ്പിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടതും ഹാരിസ് ബീരാനാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിറവേറ്റുമെന്ന് ആദ്യ പ്രതികരണം. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുമേ മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, VK ഫൈസൽ ബാബു, PK ഫിറോസ് എന്നിവരെയും രാജ്യസഭയിലേക്ക് പരിഗണിച്ചെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയാണ് ഹാരിസ് ബീരാന് അനുകൂലമായത്. 24 തിരുവനന്തപുരം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നാടകീയ വഴിത്തിരിവ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് രാഹുൽ P. ഗോപാൽ തന്നെ മർദ്ദിച്ചിട്ടില്ല എന്ന് പരാതിക്കാരി സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി. മൊഴിമാറ്റിയത് ഭീഷണിയെ തുടർന്നാണെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു. പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവാഹശേഷം ദിവസങ്ങൾക്കുള്ളിൽ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് പരാതിപ്പെട്ട യുവതിയാണ് ഇപ്പോൾ പ്രതിയായ ഭർത്താവ് രാഹുൽ P. ഗോപാലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്ന് സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തൽ. എന്നെ അത്രയും സ്നേഹിച്ച് എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക്
അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് താൻ കള്ളം പറഞ്ഞതെന്ന പെൺകുട്ടി. പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നുവെന്നും പെൺകുട്ടി അവകാശപ്പെടുന്നു. എന്നാൽ പെൺകുട്ടി മൊഴി മാറ്റിയത് ഭീഷണിയെ തുടർന്നാകാം എന്നാണ് മാതാപിതാക്കളുടെ പ്രതികരണം. രാഹുലിന്റെ ആളുകള് ഭീഷണിപ്പെടുത്തി ഇത് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ആ വീഡിയോ കണ്ടിട്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി പെൺകുട്ടിയെ കാണാനില്ല എന്ന് പിതാവ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടി താമസിക്കുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പരാതി അങ്ങോട്ട് കൈമാറുമെന്ന് വടക്കേക്കര പോലീസ് പറഞ്ഞു. അതിനിടെ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ വീഡിയോയും പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായ പരിക്കുകൾ ഡോക്ടർമാർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും രഹസ്യമൊഴിയിൽ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പെൺകുട്ടിയെയും കൂടെ താമസിക്കുന്ന ആളുകളെയും കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. 24 കൊച്ചി. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയിൽ വിമർശനം നേരിട്ട സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി. അങ്കിത് അശോകിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ചുമതല നൽകിയിട്ടില്ല. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP R ഇളങ്കോയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. ആനകൾക്ക് പട്ട നൽകാൻ പോയവരെയും കുടയുമായി അകത്ത് കടക്കാൻ ശ്രമിച്ചവരെയുമെല്ലാം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസുകാർ തടയുന്നതും അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതോടെയാണ് പോലീസ് വീഴ്ച വിവാദമായത്. പൂരം അലങ്കോലമാക്കിയതിന്റെ മുഖ്യ ഉത്തരവാദി സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകിയിരുന്നു. കമ്മീഷണറുടെ നടപടിയിൽ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി K രാജനും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനും നേരിട്ട് വിയോജിപ്പറിയിച്ചതോടെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. കമ്മീഷണർ അങ്കിത് അശോകൻ, അസിസ്റ്റന്റ് കമ്മീഷണർ K സുദർശനൻ എന്നിവരെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് തീരുമാനം നടപ്പാക്കാൻ വൈകിയത്. അങ്കിത് അശോകന് പകരം നിയമനം നൽകിയിട്ടില്ല. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ടെക്നിക്കൽ ഇന്റലിജൻസ് SP R ഇളങ്കോയാണ് പുതിയ തൃശൂർ പോലീസ് കമ്മീഷണർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തിരിച്ചടിയായത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പോലീസ് വീഴ്ചയാണെന്ന് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിവെച്ചു. തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയും DCC ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാജി. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവി അന്വേഷിക്കാൻ KPCC കമ്മീഷനെ നിയോഗിച്ചു. ജോസ് വള്ളൂരിനെ ബലിയാടാക്കിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. DCC ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ അനുകൂലികൾക്ക് മുന്നിലേക്കാണ് ജോസ് വള്ളൂർ വന്നിറങ്ങിയത്. രാജിവെക്കാനെത്തിയ ജോസ് വള്ളൂരിനെ പിന്തുണച്ച് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. എതിർപക്ഷവുമായി വീണ്ടും കയ്യാങ്കളിയുണ്ടായി. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമം. DCC ഓഫീസിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ ജോസ് വള്ളൂർ രാജി പ്രഖ്യാപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധാർമ്മികതയുടെ പേരിൽ ജില്ലാ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്നാണ് പറഞ്ഞത്. പിന്നാലെ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജി പ്രഖ്യാപിച്ചു. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലയിലെ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. കൂട്ടത്തല്ലിൽ പരാതിക്കാരായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ സജീവൻ കുര്യച്ചിറ, ML ബേബി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ TN പ്രതാപനെ പ്രതിക്കൂട്ടിലാക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അച്ചടക്ക നടപടി. 3 പേരെ സസ്പെൻഡ് ചെയ്തു. പാലക്കാട് MP VK ശ്രീകണ്ഠനാണ് തൃശൂർ DCCയുടെ താൽക്കാലിക ചുമതല. ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിലെ തോൽവി അന്വേഷിക്കാൻ KC ജോസഫ്, അഡ്വക്കേറ്റ് T സിദ്ദിഖ് MLA, R ചന്ദ്രശേഖരൻ എന്നിവരുൾപ്പെട്ട സമിതിയെ KPCC നിയോഗിച്ചു. 24 തൃശൂർ. തൃശൂർ DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ട കോൺഗ്രസ് നേതാവ് സജീവൻ കുര്യച്ചിറയുടെ വീടിന് നേരെ ആക്രമണം. വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്തെ ചെടിച്ചട്ടികളും അക്രമി സംഘം അടിച്ചു തകർത്തു. ഇവിടെ തന്നെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പേടി. ഞാനൊരു മരുമോള് മാത്രമേ ഉള്ളൂ ഇവിടെ. പേടി അപ്പോൾ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടിയിരിക്കുന്നത്. വന്നത് ആരെന്ന് കണ്ടില്ല. എൻ്റെ അമ്മേനെയാണ് അവൻ കട്ട് ചെയ്തത്. അവൻ ഞാൻ പറയാ, എനിക്കറിയാം അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കറിയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ജോസ് വള്ളൂർ. എന്താ സംശയം നിങ്ങൾക്ക്? അതാ പറഞ്ഞത്, നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ ജോസ് വള്ളൂർ ഇത് ചെയ്യാൻ പാടില്ല. നന്ദിയും കടപ്പാടും ഉണ്ടെങ്കിൽ. എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വള്ളൂർ കുട്ടപ്പനാശ്ശേരിയാണ്. അവിടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയ ആളാണ്. ഇന്ദിരാഗാന്ധിക്ക് മാലിട്ടാളാണ് ഞാൻ.
ഇവനൊന്നില്ല. ഇവൻ ചാലക്കൽ അന്തോണിയുടെ മോനവൻ. ഉച്ചയ്ക്ക് ഇവിടെ വന്നു എന്ന് അമ്മ പറയണു. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് വന്നു എന്ന് പറയണു. പിന്നെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഭീഷണിപ്പെടുത്തി. പിന്നെ വൈകിട്ട് വന്നിട്ട് ഇവർ ടി വി കാണായിരുന്നു ഇവർ പറയുന്നത്. ഈ സൗണ്ട് കേട്ടപ്പോഴാണ് ഇവർ പുറത്ത് കയറാൻ. അപ്പോൾ 2 ആൾ ഇറങ്ങി പോകുമെന്നാണ്. വൈകിട്ട് ഇവർ വിളിച്ചിട്ട് ഇത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ വൈകുന്നേരം 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് കാറിൽ 2 സംഘം എത്തിയത് എന്നുള്ളതാണ് ഈ നിലവിൽ സജീവൻ കുര്യച്ചിറ ആരോപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: വീടിന് മുന്നിലുണ്ടായിരുന്ന ജനൽ ചില്ലുകൾ, അത് ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്ന് തോന്നുന്നു. വീടിന് മുന്നിലുണ്ടായിരുന്ന ആ ജനൽ ചില്ല, ദൃശ്യത്തിൽ കാണുന്ന ജനൽ ചില്ല, അതുപോലെ തന്നെ മുൻവശത്തിരുന്ന ചെടിച്ചട്ടികൾ ഉൾപ്പെടെ ഈ ഇവിടെ എത്തിയ അക്രമി സംഘം തകർത്തു എന്നുള്ളതാണ് പറയുന്നത്. അമ്മ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് അമ്മ നിൽക്കുകയായിരുന്നു. ഈ ഭാഗത്ത് അമ്മ നിൽക്കുന്നു. ആ സമയത്ത് ഈ നിൽക്കുന്ന സമയത്തായിരുന്നു ഉച്ചയ്ക്ക് 2 പേർ എത്തുന്നു. ആ സമയത്ത് സജീവൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. സജീവൻ വീട്ടിലില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് ആ സംഘം മടങ്ങുകയും ചെയ്തു. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇത് സജീവന്റെ വീട് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ആരോപിക്കുന്നത്. അതിനുശേഷമാണ് രാത്രി 9 മണിയോട് കൂടി ഈ വീടിന്റെ ജനൽച്ചില്ലകളും അതുപോലെ ഈ മുൻവശത്തിരുന്ന ചെടിച്ചട്ടിയും ഉൾപ്പെടെ തകർക്കുന്നത്. ഈ ശബ്ദം കേട്ടാണ് ഈ അമ്മയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സഹോദരിയും പുറത്തിറങ്ങുന്നത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ആക്രമണം നടത്തിയ സംഘം കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും 2 കാറുകളിലെത്തിയ സംഘമാണ് ആക്രമിച്ചതെന്ന് പറയുന്നു. പക്ഷേ അതിൽ വ്യക്തതയില്ല. കാരണം ആരും തന്നെ ഇത് കണ്ടതായി പറയുന്നില്ല. ഏകദേശം ഒരു ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കാറിലെത്തിയ സംഘമാണ് എന്ന് കരുതുന്നത്. എന്തായാലും നിലവിൽ ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് DCCയിലടക്കം വലിയ കൂട്ടത്തല്ലിലേക്ക് പോലും പോയത് ഈ സജീവന് നേരെ ഉണ്ടായ ആക്രമണ പരാതിയായിരുന്നു. അന്ന് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ സജീവനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് സജീവൻ DCCക്ക് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി. അതേ തുടർന്ന് അത് കൂട്ടത്തല്ലിലേക്ക് DCC ഓഫീസിലെ കൂട്ടത്തല്ലിൽ അത് ഒതുങ്ങുന്നില്ല. ജോസ് വള്ളൂർ മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട കോൺഗ്രസ് നേതാവ് സജീവൻ കുര്യച്ചിറയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വീടിന്റെ ജനൽ ചില്ലുകളും മുറ്റത്തെ ചെടിച്ചട്ടികളും ഒക്കെ അക്രമി സംഘം തകർത്തിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി. തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ബിൽ ചർച്ചയില്ലാതെ നിയമസഭ പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ 5 മിനിറ്റ് കൊണ്ടാണ് നടപടി പൂർത്തിയാക്കിയത്. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതിൽ എതിർപ്പറിയിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തയച്ചു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് പുനർനിർണയം പൂർത്തിയാക്കാൻ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ ഒപ്പിട്ടില്ല. ഇതോടെയാണ് സർക്കാർ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനായിരുന്നു അജണ്ട. എന്നാൽ ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനിടെ ബില്ല് ഞൊടിയിടയിൽ പാസാക്കി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള തീരുമാനം ഭേദഗതി ചെയ്താണ് ബില്ല് പാസാക്കിയത്. അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്തരം നടപടി സ്വീകരിക്കാറുള്ളത്. ബില്ല് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നുവെന്നും പ്രതിപക്ഷം താത്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുമാണ് മന്ത്രി MP രാജേഷിന്റെ വിശദീകരണം. ഞങ്ങൾ പ്രതിപക്ഷത്തോട് സംസാരിച്ചു, അവർ തയ്യാറായിരുന്നില്ല. ചർച്ചയ്ക്ക് പൂർണ്ണമായും സർക്കാർ തയ്യാറായിരുന്നു. രണ്ട് കാര്യം, അത് അല്ല, സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടുന്നതിന് പോലും പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസാക്കിയ ഒരു ബില്ലാണ് എന്നതായിരിക്കാം കാരണം. മന്ത്രിയുടെ വാദം പ്രതിപക്ഷ നേതാവ് തള്ളി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കിയത് അംഗീകരിക്കാനാകില്ലെന്ന് സ്പീക്കർക്ക് അയച്ച കത്തിൽ VD സതീശൻ വ്യക്തമാക്കി. ജൂലൈ 25 വരെ സഭയുണ്ടായിട്ടും തിടുക്കത്തിൽ ബില്ല് പാസാക്കിയത് ദുരൂഹമാണെന്നും പ്രതിപക്ഷത്തിന് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടമായെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. പുതിയ ബാർകോഡ് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. പണപ്പിരിവ് പോലീസ് അന്വേഷിച്ചില്ല എന്നും ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നു എന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല എന്നും ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിലുള്ള വ്യാജ വിവാദമെന്നും മന്ത്രി MP രാജേഷ് മറുപടി നൽകി. പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമയുടെ ശബ്ദരേഖയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അഴിമതിയിലേക്ക് കൺ തുറന്നില്ല എന്നും എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി M. ജോൺ ആരോപിച്ചു. സർ, ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ?
ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ സർക്കാർ ആരംഭിച്ചിട്ടില്ലെന്നും അഴിമതിയുടെ കുരുക്ക് മുറുക്കാൻ കഴിയുന്ന കഴുത്തുകൾ പ്രതിപക്ഷ ഭാഗത്താണ് ഉള്ളതെന്നും എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ. കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ അതെ അതെ ഭാഗം ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിച്ചമച്ച കഥയാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കാലം കണക്ക് ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജനൻ ഗോബ്രിഗഡയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ അധിക ചുമതല. TV അനുപമയെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും ശ്രീരാം സാംബശിവറാവുവിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറായും നിയമിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടറായി ഹരിത വി കുമാറിനെയും നിയമിച്ചു. 4ാം ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യാനുള്ള സർക്കാരിന്റെ ക്ഷണം നിരസിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്ഭവനിലെത്തി നേരിട്ട് ക്ഷണിച്ച ചീഫ് സെക്രട്ടറിയോടാണ് ഗവർണർ നിലപാട് വ്യക്തമാക്കിയത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞു. നദ്വത്തുൽ മുജാഹിദീൻ നേതാവ് ഹുസൈൻ മടവൂരിനെ പരിഹസിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പരിഹാസം കേരള നവോത്ഥാന മൂല്യസംരക്ഷണ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിൽ. പണ്ടേ തീവ്രവാദം പറയുന്ന ആളാണ് ഹുസൈൻ മടവൂരെന്നും വിമർശനം. മുഖ്യമന്ത്രി പറയാതെ സമിതിയിൽ നിന്ന് താൻ രാജിവെക്കില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ അന്ത്യശാസനവുമായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കുമെന്ന് സർക്കുലർ. ജൂലൈ 3 സെനറ്റ് നിർദ്ദേശം നടപ്പാക്കണം. സർക്കുലർ കൊടും ചതിയെന്ന് വിമത വിഭാഗം. പാലക്കാട് അട്ടപ്പാടി ഷോളയൂരിൽ അവശനിലയിൽ പുലിയെ കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ പുലിയെ വനംവകുപ്പ് സൈലന്റ് വാലിയിലെ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റി. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാന കട തകർത്തു. സംസ്ഥാനത്തെ റേഷൻ കരാറുകാരുടെ സമരം ഒരാഴ്ച പിന്നിട്ടിട്ടും ഭക്ഷ്യവകുപ്പ് ഇടപെടുന്നില്ല എന്ന് പരാതി. സിവിൽ സപ്ലൈസ് MDക്ക് കത്ത് നൽകിയിട്ടും ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്ന ആക്ഷേപം. കുടിശ്ശികയുള്ളത് 100 കോടിയോളം രൂപ. സമരത്തെ തള്ളി ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ. കേന്ദ്ര മന്ത്രിസഭാ രൂപീകരണത്തിൽ NCPക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി ശിവസേന ഷിൻഡെ വിഭാഗവും. 7 MP-മാരുണ്ടായിട്ടും ഒരു സഹമന്ത്രി പദത്തിൽ പാർട്ടിയെ ഒതുക്കി എന്നാണ് പരാതി. കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടാതായതോടെ അജിത് പവാർ NCPയിൽ കൂടുതൽ പ്രതിരോധത്തിലായി. വനംവകുപ്പിന്റെ വ്യാജ പരാതിയിൽ ജയിലിൽ കഴിയേണ്ടി വന്ന 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് നാട്ടുകാരുടെ സ്വീകരണം. ചാലക്കുടി ജനകീയ കൂട്ടായ്മയാണ് റൂബിൻ ലാലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വീകരണമൊരുക്കിയത്. മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനകളും ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും പങ്കെടുത്തു. വൈകിട്ട് 3 മണിയോടെ അതിരപ്പള്ളി ടൂറിസം കേന്ദ്രത്തിന് സമീപമായിരുന്നു സ്വീകരണം. വിവിധ മനുഷ്യാവകാശ പരിസ്ഥിതി സംഘടനകളും ആദിവാസി ഊരുകളിൽ നിന്നുള്ളവരും ജയിൽ മോചിതനായ റൂബിൻ ലാലിനെ സ്വീകരിക്കാനെത്തി. അറസ്റ്റിലേക്ക് നയിച്ച സംഭവങ്ങളും പോലീസ് വനംവകുപ്പ് ഒത്തുകളിയും യോഗത്തിൽ വിശദീകരിച്ചു. തുടർന്ന് റൂബിന് അതിരപ്പള്ളി ജനതയുടെ ആവേശകരമായ സ്വീകരണം. റൂബിനെതിരെ വീണ്ടും കേസെടുക്കാൻ നീക്കം നടക്കുന്നതായി ചാലക്കുടി ജനകീയ കൂട്ടായ്മ ആരോപിച്ചു. വനം പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നുകാണിക്കുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ. വനം വകുപ്പ് വനം സംരക്ഷിച്ചാൽ മതി, ജനങ്ങളുടെ മേക്കിട്ട് കയറണ്ട. അത് കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. പോലീസ് ജനങ്ങളുടെ നീതിയും സംരക്ഷണവും ഉറപ്പാക്കിയാൽ മതി.
ജനങ്ങൾക്കെതിരെ മെക്കിട്ട് കയറണ്ട. അത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് ഈ കേരളത്തിലെ ജനം ഈ ഒരു കേസ് നിർത്തി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. മുതിർന്ന മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകൻ കെ വേണു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CR നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ കുസുമം ജോസഫ്, PK കിട്ടൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. 24 തൃശൂർ. IIT പ്രവേശനത്തിനായുള്ള JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇത്തവണയും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് മിന്നും ജയം. ബ്രില്യന്റിലെ നെവിൻ സിബി ദേശീയതലത്തിൽ 439 റാങ്ക് സ്വന്തമാക്കി. 500ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണ ബ്രില്യന്റിലെ പരിശീലനത്തിലൂടെ IIT പ്രവേശനത്തിന് യോഗ്യത നേടിയത്. JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഈ വർഷവും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് തിളക്കമാർന്ന നേട്ടം. ബ്രില്യന്റിലെ നെവിൻ സിബി ദേശീയതലത്തിൽ 439 റാങ്ക് നേടി. ആലപ്പുഴ സ്വദേശി B സിബിച്ചന്റെയും റിൻസി സിബിച്ചന്റെയും മകനായ നെവിൻ NITകളിലേക്കുള്ള JEE മെയിൻ പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയിരുന്നു. കോഴിക്കോട് സ്വദേശി അസിൽ സെയ്ദ് എടയേക്കൽ കാറ്റഗറി വിഭാഗത്തിൽ ദേശീയതലത്തിൽ 26 റാങ്ക് എന്ന അഭിമാന നേട്ടത്തിന് അർഹനായി. ഡോക്ടർ അൻവർ സാലിഹിന്റെയും അധ്യാപികയായ ഷാമില ബീഗത്തിന്റെയും മകനാണ് അസിൽ. ഹാഫിസ് റഹ്മാൻ 542, ഹരികൃഷ്ണ S 564, മുഹമ്മദ് അസീൽ 964, സിദ്ധാർത്ഥ് വത്സൻ 969 എന്നിവരാണ് ആദ്യ 1000 റാങ്കിനുള്ളിൽ ഇടം പിടിച്ച മിടുക്കർ. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 5000 റാങ്കിനുള്ളിൽ 70 പേരും 10000 റാങ്കിനുള്ളിൽ 150ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ നിന്ന് ഇടം പിടിച്ചു. കേരളത്തിൽ നിന്ന് ഇത്തവണ IITകളിൽ അഡ്മിഷൻ നേടുന്നവരിൽ 90% പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാകും. 24 കോട്ടയം.